ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടന്റെ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം വാങ്ങാം. അതെങ്ങനെ? അതാണ് TJM ഹോൾസെയിൽ മാജിക്. പാലക്കാട്ടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജ്വല്ലറി TJM Gold and Diamonds Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തെരുവുനായ വിഷയത്തിൽ ബഹളവും പ്രതിഷേധവും. കഴിഞ്ഞ ദിവസം ഷൊർണൂർ നഗരത്തിൽ 3 പേരെ തെരുവുനായ കടിച്ച വിഷയത്തിൽ നഗരസഭ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്ന് ആരോപിച്ചായിരുന്നു BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിഷേധം. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ ആരംഭിച്ച നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആദ്യത്തെ 4 അജണ്ടകൾ കഴിഞ്ഞതിന് ശേഷമാണ് നഗരത്തിലെ തെരുവുനായ പ്രശ്നം ചർച്ചയ്ക്ക് വന്നത്. ഷൊർണൂർ നഗരസഭ തെരുവുനായ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ചു. തെരുവുനായ്ക്കൾക്കായി ആരംഭിക്കേണ്ട ഷെൽട്ടർ ഹോം പദ്ധതിയും വന്ധീകരണത്തിനായുള്ള ABC പദ്ധതിയും പ്രാവർത്തികമാക്കാൻ കഴിയാത്തതിൽ നഗരസഭ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നഗരത്തിൽ 3 പേർക്ക് കടിയേറ്റിട്ടും നഗരസഭാ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് BJP കുറ്റപ്പെടുത്തി. ABC പദ്ധതി നടപ്പാക്കാത്തതിനാൽ ജനങ്ങൾ എപ്പോഴും ഭീതിയിലാണ് കഴിയുന്നതെന്നും BJP അംഗങ്ങൾ പറഞ്ഞു. കൗൺസിൽ ഹാളിൽ തെരുവുനായയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയും നടുത്തളത്തിലിറങ്ങിയുമായിരുന്നു BJP കൗൺസിലർമാരുടെ പ്രതിഷേധം. ഷൊർണൂർ നഗരസഭയിൽ സാനിറ്റേഷൻ വർക്കർ തസ്തികയിൽ 30/4/2026 സേവനത്തിൽ നിന്ന് വിരമിച്ച ശ്രീമതി ശാന്ത കെ എന്നിവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളായ പെൻഷൻ കമ്മ്യൂട്ടേഷൻ, ECRG എന്നിവ പ്രശ്നത്തിനുടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് BJP കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. പേവിഷബാധ ഏറ്റിട്ട് 3 പേർക്ക് കടിയേറ്റ ഈ സംഭവം ഉണ്ടായിട്ട് ഈ നിമിഷം വരെ മണിക്കൂർ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ നിമിഷം വരെ നഗരസഭയോ നഗരസഭയിലെ ആരോഗ്യ വകുപ്പോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ABC പ്രോഗ്രാം നടപ്പാക്കുന്നതിൽ ഷൊർണൂർ നഗരസഭയ്ക്ക് വന്ന വീഴ്ചയാണ് ഇത്രയേറെ തെരുവുനായ്ക്കൾ ഷൊർണൂരിൽ വരാനുണ്ടായ സാഹചര്യം. തെരുവുനായെ പേടിച്ച് വീട്ടിനകത്തേക്ക് കയറിയാൽ വെള്ളം കയറിയ വീടുകളാണ് പലതും. ആ വെള്ളത്തിൽ മുങ്ങി ചാവുന്ന അവസ്ഥയിലേക്കാണ് ഷൊർണൂരിലെ ജനവിഭാഗം. ആരോഗ്യ വകുപ്പായാലും ഷൊർണൂർ ഭരണസമിതി ആയാലും മഴക്കാലപൂർവ്വ ശുചീകരണം അത് അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പേരിൽ എന്തൊക്കെയോ കോപ്രായം കാട്ടിക്കൊണ്ട് ഫണ്ടുകൾ, കേന്ദ്ര ഫണ്ടടക്കമുള്ള ഫണ്ടുകൾ അത് കൈക്കലാക്കാമെന്ന് മാത്രമേ നഗരസഭാ ഭരണാധികാരികൾക്കുള്ളൂ. കൃത്യമായി നടപ്പിലാക്കേണ്ട ഒരു കാര്യവും നടപ്പിലാക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ചെയ്ത ഒരു രോഗം വരുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ, മഴക്കാലം വരുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊന്നും കൃത്യമായി നടപ്പിലാക്കാനോ അത് ഫോളോ അപ്പ് ചെയ്യാനോ നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല. ABC പ്രോഗ്രാമിന്റെ കാര്യം ഇന്ന് നഗരസഭയിൽ ചോദിച്ച സമയത്ത് അതിന്റെ ഒരു ഡാറ്റയും നഗരസഭയിലില്ല, ആശുപത്രിയിൽ ചോദിച്ചിട്ട് പറയാന്നാ പറയുന്നത്. ഇത്രയേറെ നിരുത്തരവാദിത്തപരമായി ഷൊർണൂർ നഗരസഭയിലെ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഭരണസമിതി രാജിവെക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുമെന്നും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതേസമയം നഗരത്തിലെ തെരുവുനായ വന്ധീകരണം വെറും പേപ്പറിൽ മാത്രമാണ് ഒതുങ്ങുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ദിവസേന നായ്ക്കളുടെ ആക്രമണമുണ്ടായിട്ടും നഗരസഭ ഉത്തരവാദിത്തം കൈയൊഴുകുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ച് പുറത്തുപോയി. ഈ ആവശ്യത്തിനായി കൃത്യമായി മാറ്റിവെച്ച ഫണ്ടുകൾ പോലും വിനിയോഗിക്കാതെ ജനങ്ങളെ അപകടത്തിലാക്കുന്ന സമീപനമാണ് നഗരസഭയുടേതെന്ന് UDF കൗൺസിലർ കൃഷ്ണകുമാർ പറഞ്ഞു. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ, കുട്ടികൾ, അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്കൊന്നും നിരത്തിലിറങ്ങി നടക്കാൻ പറ്റാത്ത അത്ര വലിയ രൂക്ഷമായ തെരുവുനായ ശല്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൊർണൂർ നഗരസഭ അതിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണാൻ ഇടയായത്.
നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു കൌൺസിലറുടെ ഭർത്താവ് അടക്കമുള്ള 3 ആളുകളെ തെരുവുനായ കടിച്ച്, ആ തെരുവുനായ കടിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ ആ പേ പിടിച്ച തെരുവുനായയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പോൾ സ്കൂളുകൾക്ക് കുട്ടികൾക്ക് കയറാൻ പറ്റാതെ തെരുവുനായകൾ പിന്നാലെ ഓടിക്കൊണ്ട് കുട്ടികളാകെ ഭീതി പരത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ ഈ തെരുവുനായ്ക്കളുടെ ശല്യം ഈ നഗരത്തിൽ വിളയാടുമ്പോൾ ഇവിടുത്തെ നഗരസഭാ അധികാരികൾ അതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നത് രൂക്ഷമായ പ്രതിഷേധാർഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെതിരെ ഇന്ന് കൌൺസിൽ യോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൌൺസിൽ അംഗങ്ങൾ അതിനെ ശക്തമായി വാദിക്കുകയും അതിനെതിരെ ശക്തമായി എതിർക്കുകയും ചെയ്ത്. എന്നാൽ തെരുവുനായ കടിയേറ്റ സംഭവത്തിൽ നഗരസഭ കൃത്യമായ ഏകോപനം നടത്തിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ നിർമ്മല പറഞ്ഞു. നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി വന്ധീകരിക്കാനുള്ള നടപടികൾ ഇപ്പോഴും നഗരസഭയിൽ നടക്കുന്നുണ്ട്. BJP കൌൺസിലറുടെ വാർഡിൽ വരാനിരിക്കുന്ന ഷെൽട്ടർ ഹോം പദ്ധതിയെ BJP തന്നെ എതിർക്കുകയും കൌൺസിലിൽ വന്ന് നല്ലപിള്ള ചമയുകയുമാണ് ചെയ്യുന്നത്. ഈ വിഷയത്തെ BJP രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷെൽട്ടർ പണിയുന്നതിന് വേണ്ടി ശ്രമിച്ചു. മുണ്ടായ ഭാഗത്ത് നമ്മൾ ഷെൽട്ടറിന് സ്ഥലം കണ്ടെത്തിയപ്പോൾ അവിടുത്തെ കൌൺസിലറാണ് നമുക്ക് നമുക്ക് അവിടുന്ന് ആളുകളുടെ ഒപ്പ് ശേഖരിച്ചിട്ട് ആ ഷെൽട്ടർ അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് തടുത്തു. അതേ സ്ഥാനത്ത് ഈ മുണ്ടായ കൌൺസിലറുടെ ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലം നിൽക്കുന്ന വാർഡില് നായ്ക്കളെ ഒരു വീട്ടില് ഇഷ്ടത്തിന് വളർത്തുന്നുണ്ട്. അപ്പൊ അതിനൊരു പരാതിയില്ലാന്നും നമ്മൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഷെൽട്ടർ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അതിനെ തടുക്കുകയും ചെയ്തിട്ട് നമുക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഹസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലാണ്ട് ഇത് ശരിക്കും ആത്മാർത്ഥമായി ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വാക്സിനേഷൻ എടുക്കുക, എല്ലാ വർഷവും പദ്ധതിയിൽ പൈസ ഉൾപ്പെടുത്തുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഈ വർഷം നമുക്ക് പദ്ധതി പാസ്സായി വന്നിട്ടില്ല. 2 ഇലക്ഷൻ വന്നപ്പോൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കണ കാരണം നമുക്ക് പദ്ധതികൾ സമർപ്പിച്ചിട്ട് അത് പാസ്സായി കിട്ടിയിട്ടില്ല. പാസ്സായി പൈസ വരുന്ന മുറയ്ക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും നമ്മൾ ഓൺ ഫണ്ടിൽ നിന്ന് തുക എടുത്തിട്ടാണ് ഇന്നലെ രാത്രി മുതൽ അവിടെ വാക്സിനേഷൻ നടക്കുകയാണ് നമ്മുടെ ഷൊർണൂര്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് നടക്കുന്നത്. അന്ന് 3 ആളുകൾക്ക് കടിയേറ്റു എന്ന് പറഞ്ഞു. ആ നായ കൊല്ലപ്പെട്ടപ്പോൾ നമ്മളതിനെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയതും അതിന്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നഗരസഭയും വെറ്റിനറി ഡോക്ടറാണ്. നമുക്കിപ്പോൾ അതിനെ പോസിറ്റീവാണെന്ന് സ്ഥിരീകരിക്കാൻ നമ്മൾ മുൻകൈ എടുത്തിട്ടാണ് പ്രവർത്തിച്ചത്. കാരണം വേറെ നായ്ക്കൾ അത് കടിച്ചിട്ടുണ്ട്, പോരാത്തതിന് നമ്മുടെ ആളുകളെയും കടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഗൗരവം കണക്കിലെടുത്തും കൊണ്ടതാണ് നഗരസഭ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവർക്കിപ്പോ ആവശ്യം അവരെന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ഷോ കാണിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, നഗരസഭ ഇവിടെ ഒന്നും ചെയ്യണില്ല എന്ന് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പഴയതുപോലെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നായ്ക്കളെ കൊല്ലാതിരിക്കുന്നത്? പണ്ട് നമുക്ക് നായ പിടിക്കാനുള്ള അധികാരം, അതിനെ കൊല്ലാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ആ അധികാരം തിരിച്ചു തരികയാണെങ്കിൽ, ഉത്തരവ് പ്രകാരം വന്നിട്ടുണ്ടെങ്കിൽ നഗരസഭ ചെയ്യാൻ തയ്യാറാണ്. അതെന്തുകൊണ്ട് ചെയ്യണില്ല? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എത്രയോ പേര് മൃഗസ്നേഹികൾ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് നായ്ക്കൾ റോട്ടിൽ പെറ്റു വരികണുണ്ട്. അതിനെതിരെ ഒന്നും ഇവർ ശബ്ദിക്കണില്ല. ഇവരുടെ വാർഡിൽ തന്നെ നായ്ക്കളെ വളർത്തുന്നതിനെതിരെ ഇവർക്കൊന്നും പറയാനില്ല. ഇവർ വെറുതെ എന്താ വെച്ചാൽ നഗരസഭാ ഭരണം ഇവിടെ അവതാളത്തിലാണെന്നും നഗരസഭാ ഭരണം മോശമാണെന്നും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ പരിപാടികളൊക്കെ മോശമാണ് എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞപ്പോൾ ഇവർക്കുള്ള ഒരു പരിഭ്രാന്തിയാണ്, അല്ലാതെ വേറൊന്നും അല്ല അതിലുള്ളത്. You are watching VCV News.